എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോയിൽ സിംഗിൾ ഫേസ് AC മോട്ടോറുകളുടെ വേഗത എങ്ങനെ നിയന്ത്രിക്കാം എന്ന് പഠിക്കാം. ഈ വീഡിയോയുടെ അവസാനത്തിൽ നിങ്ങൾക്ക് താഴെ പറയുന്നവ ചെയ്യാൻ കഴിയും. AC മോട്ടോറുകളുടെ നെയിം പ്ലേറ്റ് വിശദാംശങ്ങൾ ഇന്റർപ്രറ്റ് ചെയ്യാനും ഫുൾ ലോഡ് കറന്റ് എത്രയെന്ന് തീരുമാനിക്കാനും അനുയോജ്യമായ ഒരു വേരിയബിൾ റെസിസ്റ്റർ തിരഞ്ഞെടുക്കുവാൻ കണക്ട് ചെയ്യുവാനും റൺ ചെയ്യുവാനും റെസിസ്റ്ററിന്റെ വ്യത്യസ്ത സെറ്റിംഗ്സുകളിലെ വേഗത അളക്കുവാനും. ഈ പ്രാക്ടിക്കൽ ചെയ്യാൻ ആവശ്യമായ ടൂളുകളും എക്യുപ്മെന്റുകളും മെഷീനറികളും നമുക്ക് ശേഖരിക്കാം. ഇലക്ട്രീഷ്യൻ ടൂൾ കിറ്റ്, വോൾട്ട് മീറ്റർ, അമ്മീറ്റർ, ടാങ്കോമീറ്റർ, AC സീരീസ് മോട്ടർ, റോട്ടറി സ്വിച്ച് ആസ് റിക്വയർഡ്, കണക്റ്റിംഗ് കേബിൾ ആസ് റിക്വയർഡ്, ICDP സ്വിച്ച്, വയർ വൂണ്ട് ഇനാമൽ ഇൻസുലേറ്റഡ് റെസിസ്റ്റർ. നമുക്ക് AC സീരീസ് മോട്ടറിനെ കുറിച്ച് സംസാരിക്കാം. ഫീൽഡ് വൈൻഡിങ്ങും ആർമേച്ചർ വൈൻഡിങ്ങും ശ്രേണിയിൽ ഘടിപ്പിച്ചിരിക്കുന്ന തരം ഇലക്ട്രിക് മോട്ടോർ ആണ് ഒരു സീരീസ് മോട്ടോർ. അതായത് കറന്റ് രണ്ട് വൈൻഡിങ്ങുകളിലൂടെയും ശ്രേണിയിൽ പ്രവഹിക്കാം. പ്രവർത്തന തത്വം: ഒരു സീരീസ് മോട്ടോറിലേക്ക് AC കറന്റ് നൽകുമ്പോൾ ആ കറന്റ് ഫീൽഡ് വൈൻഡിങ്ങിലൂടെയും ആർമേച്ചർ വൈൻഡിങ്ങിലൂടെ പ്രവഹിക്കും. ഫീൽഡ് വൈൻഡിങ്ങിലൂടെ പ്രവഹിക്കുന്ന കറന്റ് ഒരു കാന്തിക മണ്ഡലം സൃഷ്ടിക്കുകയും അതേസമയം ആർമേച്ചർ വൈൻഡിങ്ങിലൂടെ പ്രവഹിക്കുന്ന കറന്റ് കാന്തിക മണ്ഡലങ്ങൾ തമ്മിലുള്ള ഇൻഡക്ഷൻ മൂലം ഒരു ടോർക്ക് സൃഷ്ടിക്കുകയും ചെയ്യും. രണ്ട് വൈൻഡിങ്ങുകളിലെയും കറന്റ് നൽകിയ വോൾട്ടേജിൽ ആനുപാതികമാകയാൽ കാന്തിക മണ്ഡലവും ടോർക്കും ഒരേ സമയം മാറുകയും മോട്ടോറിന്റെ റൊട്ടേഷന് ഇടയാക്കുകയും ചെയ്യും. ട്രാക്ഷൻ സിസ്റ്റങ്ങൾ: ഇലക്ട്രിക് ലോക്കോമോട്ടീവുകളിലും ഉയർന്ന ഭാരം കാര്യക്ഷമമായി നീക്കുവാൻ ഉയർന്ന സ്റ്റാർട്ടിംഗ് ടോർക്ക് ആവശ്യമായി വരുന്ന ട്രെയിനുകളിലും AC സീരീസ് മോട്ടോർ ഉപയോഗിക്കുന്നു. ഉയർന്ന സ്റ്റാർട്ടിംഗ് ടോർക്ക് നൽകുവാൻ കഴിവുള്ളതിനാലും വിശ്വസനീയവും സുഗമവുമായ വെർട്ടിക്കൽ മൂവ്മെന്റ് ഉറപ്പു നൽകുന്നതിനാലും ഈ മോട്ടോറുകൾ എലവേറ്ററുകളിലും ക്രെയിനുകളിലും ഉപയോഗിക്കുന്നു. മേന്മകൾ: ഉയർന്ന സ്റ്റാർട്ടിംഗ് ടോർക്ക്. AC സീരീസ് മോട്ടോറുകൾ ഉയർന്ന സ്റ്റാർട്ടിംഗ് ടോർക്ക് നൽകുന്നതിനാൽ അവ വലിയ ഭാരങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രവർത്തനങ്ങൾക്ക് അനുയോജ്യമാണ്. ലളിതമായ ഡിസൈൻ: AC സീരീസ് മോട്ടോറുകളുടെ നിർമ്മാണം താരതമ്യേന ലളിതമായതിനാൽ നിർമ്മാണ ചെലവ് കുറവായിരിക്കും. ഒതുങ്ങിയ വലുപ്പം: ഈ മോട്ടോറുകൾ ഒതുങ്ങിയ തരത്തിൽ പെട്ടതായതിനാൽ സ്ഥലപരിമിതി ഉള്ള ഇടങ്ങളിൽ ഇത് ഉപയോഗിക്കുവാൻ അനുയോജ്യമാണ്. വേഗത നിയന്ത്രണ ടെക്നിക്: വോൾട്ടേജ് നിയന്ത്രണം. മോട്ടോറിന് നൽകുന്ന വോൾട്ടേജ് വ്യത്യസ്തപ്പെടുത്തി നിങ്ങൾക്ക് വേഗത ഒരു പരിധിവരെ നിയന്ത്രിക്കാവുന്നതാണ്. വോൾട്ടേജ് കുറയ്ക്കുമ്പോൾ കാന്തിക മണ്ഡലത്തിന്റെ ശക്തി കുറയുകയും അതുവഴി ടോർക്ക് കുറയുകയും അങ്ങനെ വേഗതയിൽ കുറവുണ്ടാവുകയും ചെയ്യും. AC സിംഗിൾ ഫേസ് മോട്ടോറുകൾ കണക്ട്, റൺ എന്നിവ ചെയ്യുകയും വേഗത നിയന്ത്രിക്കുകയും ചെയ്യുക. നെയിം പ്ലേറ്റിലെ വിവരങ്ങൾ വായിക്കുകയും അവ പട്ടികപ്പെടുത്തുകയും ചെയ്യുക. പൊസിഷൻ 1-ൽ 80 വോൾട്ട് ആക്കുവാനും പൊസിഷൻ 2-ൽ 40 വോൾട്ട് ആക്കുവാനും ആവശ്യമായ സീരീസ് റെസിസ്റ്ററുകൾ R1, R2 എന്നിവ കണക്കാക്കുകയും അവയുടെ വോൾട്ടേജ് കണ്ടെത്തുകയും ചെയ്യുക. ഓരോ റെസിസ്റ്ററുകളിലും 40 വോൾട്ട് കുറയണം എങ്കിൽ R1, R2 എന്നിവയ്ക്കിടയിലെ മൊത്തം വോൾട്ടേജ് ഡ്രോപ്പ് 80 വോൾട്ട് ആകും. ഫീൽഡ് അമേച്വർ വൈൻഡിങ്ങുകൾ ചെറുതായതിനാൽ അത് അവഗണിക്കാനാവുന്നതാണ്. R1, R2 എന്നിവയുടെ റെസിസ്റ്റർ മൂല്യം കണ്ടുപിടിക്കുവാൻ 80 വോൾട്ട് ആയി വോൾട്ടേജ് ഡ്രോപ്പ് ചെയ്യുവാൻ Vയോട് സമാനമാണ് R. അതിനെ I കൊണ്ട് ഹരിക്കുക എന്ന സൂത്രവാക്യം ഉപയോഗിച്ച് റെസിസ്റ്റൻസ് മൂല്യം കണ്ടുപിടിക്കാവുന്നതാണ്. മോട്ടോറുകളിലെ ആകെയുള്ള വോൾട്ടേജ് 160 വോൾട്ടിന് സമാനമാണ്. R1, R2 എന്നീ റെസിസ്റ്ററുകൾക്കിടയിലെ വോൾട്ടേജ് ഡ്രോപ്പ് ഈസ് ഈക്വൽ ടു 240 മൈനസ് 160, അതായത് 80 വോൾട്ടിന് സമാനമായിരിക്കും. R എന്നത് സമാനമാകുന്നത് VA 1 കൊണ്ട് ഹരിക്കുമ്പോൾ ലഭിക്കുന്ന 80-ന് തുല്യമായിരിക്കും. അതിനെ 1.5 കൊണ്ട് ഹരിക്കുമ്പോൾ ലഭിക്കുന്നത് 52 ഓമിന് തുല്യമായിരിക്കും. R1, R2 എന്നിവയുടെ മൂല്യം R-നെ 2 കൊണ്ട് ഹരിച്ച 26 ഓംസിന് തുല്യമായിരിക്കും. അതുകൊണ്ട് R1, R2 എന്നീ റെസിസ്റ്ററുകളുടെ വാല്യൂ യഥാക്രമം 26 ഓംസ് ആയിരിക്കും. ചിത്രത്തിലേതിന് അനുസരിച്ച് കണക്ഷനുകൾ ചെയ്യുകയും പോണി ബ്രേക്കിലൂടെ മോട്ടോർ ലോഡ് ചെയ്യാനുള്ള അത്യാവശ്യ ക്രമീകരണങ്ങൾ ചെയ്യുകയും ചെയ്യുക. മോട്ടോർ വഹിക്കുന്ന കറന്റും വോൾട്ടേജും അളക്കുവാനായി 300 വോൾട്ടേജ് റേഞ്ചുള്ള ഒരു വോൾട്ട് മീറ്റർ V1 ഫീൽഡ് ആമേച്വർ വൈൻഡിങ്ങുകളുമായി സമാന്തരമായി ഘടിപ്പിക്കുകയും പരമാവധി 5 ആംപിയറുള്ള ഒരു അമ്മീറ്റർ വൈൻഡിങ്സുമായി ശ്രേണിയിൽ ഘടിപ്പിക്കുകയും ചെയ്യുക. R1, R2 എന്നീ റെസിസ്റ്ററുകൾ മോട്ടോറുമായി S2-ലെ ടാപ്പിംഗ് പൊസിഷനുകൾ 1, 2, 3 എന്നിവയുമായി ശ്രേണിയിൽ മോട്ടോർ വൈൻഡിങ്സുമായി ഘടിപ്പിക്കുക.
അതുവഴി റെസിസ്റ്ററുകൾക്കിടയിലെ വോൾട്ടേജ് ഡ്രോപ്പ് നിയന്ത്രിക്കാൻ കഴിയും. അതായത് പൊസിഷൻ 3-ൽ സർക്യൂട്ടിനോട് റെസിസ്റ്ററുകൾ 1 കണക്ട് ചെയ്തിട്ടില്ല. പൊസിഷൻ 2-ൽ റെസിസ്റ്റർ R2 മാത്രം സർക്യൂട്ടിനോട് കണക്ട് ചെയ്ത് 40 വോൾട്ട് ഡ്രോപ്പ് ഉണ്ടാക്കുകയും പൊസിഷൻ 1-ൽ R1 R2 എന്നീ 2 റെസിസ്റ്ററുകളും സർക്യൂട്ടിനോട് കണക്ട് ചെയ്ത് 80 വോൾട്ട് ഡ്രോപ്പ് ഉണ്ടാക്കുകയും ചെയ്യും. 100 വോൾട്ട് മുതൽ റേഞ്ചിംഗ് ഉള്ള വോൾട്ട് മീറ്റർ V2, R1, R2 എന്നീ റെസിസ്റ്ററുകളുമായി സമാന്തരമായി ഘടിപ്പിക്കുക. സ്വിച്ച് S1 ക്ലോസ് ചെയ്യുകയും സ്വിച്ച് S2 പൊസിഷൻ 1-ൽ സെറ്റ് ചെയ്യുകയും ചെയ്ത് മോട്ടോഴ്സിന്റെ സ്റ്റാർട്ടിംഗ് നിരീക്ഷിക്കുക. കറന്റ് വോൾട്ടേജുകൾ V1, V2 വേഗത എന്നിവ അളക്കുകയും മൂല്യങ്ങൾ പട്ടികയിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. സ്വിച്ച് S2 പൊസിഷൻ 2-ൽ സെറ്റ് ചെയ്യുകയും കറന്റ് വോൾട്ടേജുകൾ V1, V2 വേഗത എന്നിവ അളക്കുകയും മൂല്യങ്ങൾ പട്ടികയിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. സ്വിച്ച് പൊസിഷൻ 3-ൽ സെറ്റ് ചെയ്യുകയും കറന്റ് വോൾട്ടേജുകൾ V1, V2 വേഗത എന്നിവ അളക്കുകയും മൂല്യങ്ങൾ പട്ടികയിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. അനുമാനങ്ങൾ. V1-ഉം മോട്ടോഴ്സിന്റെ വേഗതയും തമ്മിലുള്ള ബന്ധം നേരിട്ടുള്ള അനുപാതത്തിൽ ആണ്. V2-ൽ ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് വർദ്ധിച്ചാൽ മോട്ടോഴ്സിന്റെ വേഗത കുറയും. V2-ൽ ഉള്ളത് വോൾട്ടേജ് ഡ്രോപ്പ് കുറഞ്ഞാൽ മോട്ടോർ വേഗത വർദ്ധിക്കും. V2-ഉം വേഗതയിലുള്ള കുറവും വിപരീത അനുപാതത്തിൽ ആണ്. സീരീസ് മോട്ടോഴ്സിന്റെ ലോഡ് ചെയ്ത അവസ്ഥയിൽ V1, V2 എന്നിവയുടെ അളവുകൾ അളക്കുമ്പോൾ R1, R2 എന്നീ റെസിസ്റ്ററുകളുടെ മൂല്യം 52 ohms ആയിരിക്കും. ഒരു AC മോട്ടറിന്റെ വേഗത എങ്ങനെ നിയന്ത്രിക്കണം എന്ന എക്സസൈസ് ഇവിടെ അവസാനിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് താഴെ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. AC മോട്ടോറുകളുടെ നെയിം പ്ലേറ്റ് വിശദാംശങ്ങൾ ഇന്റർപ്രറ്റ് ചെയ്യുവാനും ഫുൾ ലോഡ് കറന്റ് എത്രയെന്ന് തീരുമാനിക്കാനും അനുയോജ്യമായ ഒരു വേരിയബിൾ റെസിസ്റ്റർ തിരഞ്ഞെടുക്കുവാൻ കണക്ട് ചെയ്യുവാനും റൺ ചെയ്യുവാനും റെസിസ്റ്ററിന്റെ വ്യത്യസ്ത സെറ്റിംഗ്സുകളിലെ വേഗത അളക്കുവാനും. നന്ദി. അടുത്ത എക്സസൈസിൽ വീണ്ടും കാണാം.